അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ടോ? അവ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? അവയെ കണ്ടവരുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ ശ്രമിക്കുകയാണ് ഇന്ന്. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വിശ്വസനീയമായ തെളിവുകൾ പലപ്പോഴും ലഭിച്ചിട്ടില്ലെങ്കിലും അന്യഗ്രഹ ജീവികളെ കണ്ടുവെന്നും അവയുടെ പറക്കുംതളികൾ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള നിരവധി വാർത്തകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരുപടി മേലെ ചിന്തിച്ച ഒരു ഗ്രാമമുണ്ട്. മോലെപ്ക ഗ്രാമം. ഇവിടെയെങ്ങുമല്ല, അങ്ങ് റഷ്യയിൽ സ്ഥിരമായി അന്യഗ്രഹ ജീവികൾ വരാറുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗ്രാമം. റഷ്യയിലെ പേം മേഖലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ സഞ്ചാരികൾക്കിടയിൽ ഇവിടം അത്ര കണ്ട് പ്രസക്തമല്ലെങ്കിലും പാരാനോർമൽ സംഭവങ്ങളിലും പ്രവൃത്തികളിലും വിശ്വസിക്കുന്നവർക്ക് ഇവിടം വളരെ പ്രിയപ്പെട്ട ഇടമാണ്. അന്യഗ്രഹ ജീവികൾ വളരെ അധികമായി ഇവിടെ എത്താറുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വളരെ കൗതുകകരമാണ് ഈ ഗ്രാമത്തിൻ്റെ കഥ. ഇവിടെ പണ്ടുമുതലേ ഉണ്ടായിരുന്ന ഒരുതരം കല്ലിൽ നിന്നുമാണ് ഗ്രാമത്തിന് ഈ പേര് ലഭിക്കുന്നത്. നേരത്തെ ഇവിടെ ജീവിച്ചിരുന്ന മാൻസി വിഭാഗക്കാർ ബലി നൽകുവാനാണ് ഈ കല്ല് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ ഗ്രാമത്തിന് കല്ലിൻ്റെ പേര് തന്നെ ലഭിക്കുകയുണ്ടായി. ഇവിടുത്തെ പാരാനോർമൽ സംഭവങ്ങളുടെ പേരിൽ സോൺ എം എന്നും എം സോൺ എന്നുമൊക്കെ സഞ്ചാരികൾ ഈ പ്രദേശത്തെ വിളിക്കാറുണ്ട്. മോലെപ്ക അഥവാ എം സോൺ. വളരെ കാലം മുമ്പ് തന്നെ അന്യഗ്രഹ ജീവികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നതായി ഗ്രാമീണർ പറയുമായിരുന്നു. എന്നാൽ 1983 ഇത് സംബന്ധിച്ച് കൃത്യമെന്ന് പറയുവാൻ സാധിക്കുന്ന തരത്തിലുള്ള നിരീക്ഷണം പുറത്തുവരുന്നത്. ജിയോളജിസ്റ്റായിരുന്ന എമിൽ ബഷീറിൻ വേട്ടയ്ക്കിറങ്ങിയപ്പോഴാണ് അവിചാരിതമായി ആകാശത്ത് വൃത്താകൃതി പോലെ തോന്നിക്കുന്ന ഒന്ന് തെന്നിപ്പോകുന്നത് കാണുന്നത്. അതിന് പിന്നാലെ പോയെങ്കിലും തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കൃത്യമായി വൃത്തങ്ങൾ മഞ്ഞിൽ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. 63 മീറ്റർ വ്യാസത്തിൽ വരച്ച വൃത്തങ്ങളായിരുന്നു അവിടെ കാണാനുണ്ടായിരുന്നത്. പറക്കുന്ന വസ്തുക്കളും അന്യഗ്രഹ ജീവികളും ഇവിടെ വരാറുണ്ടെന്നതിന് ആദ്യമായി ലഭിച്ച തെളിവായിരുന്നു ഇത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ വെളിച്ചവും വൃത്തങ്ങളും ഇവിടെ പതിവ് സംഭവമാണെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു. പലരും പലതരത്തിലുള്ള പേടിപ്പെടുത്തുന്ന രൂപങ്ങളും ഇവിടെ കണ്ടുവെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവം കഴിഞ്ഞതോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള സഞ്ചാരികൾ വലിയ തോതിൽ ഇവിടെ എത്തിച്ചേരാൻ തുടങ്ങി. അങ്ങനെ വിനോദസഞ്ചാരം നല്ല രീതിയിൽ വളർന്നപ്പോഴാണ് ഗ്രാമവാസികൾ മരം കൊണ്ടുള്ള ഒരു അന്യഗ്രഹ ജീവിയുടെ രൂപം ഇവിടെ നിർമ്മിക്കുന്നത്. 150 സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള ഈ പ്രതിമ ഗ്രാമത്തിൻ്റെ കവാടത്തിൽ തന്നെ ആതിഥേയനെപ്പോലെ നിൽക്കുകയാണ്. ആ രൂപത്തോട് നല്ല രീതിയിലും മോശം രീതിയിലും സഞ്ചാരികൾ സമീപിക്കാറുണ്ട്.